സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായി രാജ്യവ്യാപകമായി തട്ടിപ്പ് നടത്തിയവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിൽ 263 പേരെ അറസ്റ്റ് ചെയ്യുകയും 382 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖറിന്റെ നിർദ്ദേശാനുസരണമാണ് ഓപ്പറേഷൻ CY ഹണ്ട് എന്ന പേരിൽ സംസ്ഥാനത്തുടനീളം റെയ്ഡുകൾ നടത്തിയത്. കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധികളിലും വ്യാപകമായി നടത്തിയ റെയ്ഡിൽ 125 പേർക്ക് നോട്ടീസ് നൽകി നിരീക്ഷണത്തിൽ വിട്ടയക്കുകയും ചെയ്തു. കേരള പോലീസ് സൈബർ ഓപ്പറേഷൻ വിഭാഗത്തിന്റെയും റേഞ്ച് DIGമാരുടെയും ജില്ലാ പോലീസ് മേധാവിമാരുടെയും മേൽനോട്ടത്തിലായിരുന്നു റെയ്ഡ്. വളാഞ്ചേരിയിൽ നടന്ന റെയ്ഡിൽ 3 പേരെ പിടികൂടുകയും ഇവരുടെ മൊബൈൽ ഫോൺ, പാസ്ബുക്ക് എന്നിവ പിടിക്കുകയും ചെയ്തു. പ്രതികൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കായി മറ്റുള്ളവരുടെ അക്കൗണ്ടുകൾ സാമ്പത്തിക ക്രമക്കേടുകൾക്കായി വാടകയ്ക്കെടുത്ത് അഥവാ പണമിടപാടുകൾക്ക് ലാഭം നൽകിയാണ് ഇടപാടുകൾ നടത്തിയിരുന്നത്. ഇരുമ്പിളിയം മങ്കേരി 23-കാരൻ കളത്തിൽ തൊടിയിൽ മുഹമ്മദ് ജാസിൽ KT, മാവണ്ടിയൂർ വടക്കുംപുറം സ്വദേശി കല്ലിങ്ങൽ വീട്ടിൽ 33-കാരൻ അബ്ദുറഹ്മാൻ, ആലുംകൂടം ഇരുമ്പിളിയം വലിയകുന്ന് സ്വദേശി കരണത്ത് പള്ളിയാലിൽ വീട്ടിൽ 44-കാരൻ KP മുഹമ്മദ് കുട്ടി എന്നിവരാണ് വളാഞ്ചേരിയിൽ പിടിയിലായത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സാമ്പത്തിക ക്രമക്കേടുള്ള ഇടപാടുകൾക്കായാണ് ഇവർ മറ്റുള്ളവരുടെ അക്കൗണ്ട് വാടകയ്ക്കെടുത്ത് ഇടപാടുകൾ നടത്തുന്നത്. ഈ ചാനൽ വളാഞ്ചേരി.